അപ്പോൾ ചങ്ങായിമാരെ, ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ അഥവാ കറണ്ട് ബില്ല് വലിയ സംഖ്യ വരാതെ AC എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് ചെറിയ 1-2 ട്രിക്കുകൾ. അഥവാ AC വെക്കുന്ന ആളുകൾ ശ്രദ്ധിക്കാൻ സാധ്യതയില്ലാത്ത അഥവാ നെവർ മൈൻഡായിട്ട് കാണിക്കുന്ന വളരെ മൈന്യൂട്ടായിട്ടുള്ള 1-2 കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാലപ്പഴക്കം വന്നതാണ്. ഇപ്പോൾ 1-2 വർഷങ്ങൾ മുമ്പേ വെച്ച ACകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവത്തിൻ്റെ ടോപ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു ഫിൽറ്റർ ഉണ്ടാവും. അത് ഒരു മാസത്തിലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ നന്നായിട്ടൊന്ന് വെള്ളം അടിച്ച് കിടന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. കാരണം അതിൻ്റെ ഉള്ളിൽ പിന്നെ ആ ഫിൽറ്ററിൻ്റെ മുകളിൽ പൊടി അടഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ എയർ വലിക്കുന്നതിനെ ബാധിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ പിന്നെന്താ പറയുക, കംപ്രസർ യൂണിറ്റിന് ഓവർലോഡ് വരും. അപ്പോൾ അങ്ങനെ അനുസരിച്ച് ഓവർലോഡ് വരുന്ന സമയത്ത് നമുക്ക് കറണ്ട് ബില്ല് കൂടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കൂളിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 24 ആണ്. കാരണം നമ്മളിവിടെ 16-ഉം പിന്നെ 16-ഉം 17-ഉം 18-ഒക്കെ പലരും ഇടും. പക്ഷേ അതിൻ്റെ ആ ഒരു പവർ കൂളിംഗ് കൊണ്ടുവരാനുള്ള സെറ്റപ്പ് നമ്മുടെ നാട്ടിലില്ല. പല ആളുകളും 16 ഇട്ട് ഞാകെ തണുത്ത് കോച്ച് വിറക്കും എന്നൊക്കെ പറയാം. നമ്മൾ ഒരിക്കലും വരില്ല, പേടിക്കണ്ട. 24 ഇട്ടാൽ തന്നെ നല്ല അടിപൊളി തണുപ്പ് കിട്ടും. പിന്നെ രാത്രി ഉപയോഗിക്കുന്ന ആളുകളാണെന്നെങ്കിൽ ഒരു 28 അല്ലെങ്കിൽ 26-ലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ട് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത BLDC ഫാൻ ഉണ്ടല്ലോ, അതിനല്ലേ പറയാം, ആ ഫാന് ചെറിയൊരു സ്പീഡിൽ കൊണ്ട് കിട്ടി കഴിഞ്ഞാൽ സുന്ദരമായിട്ട് ലോ റേഞ്ചിൽ. അപ്പോൾ ഞാനിപ്പോൾ AC വെച്ചിട്ട് കുറച്ചായിട്ടുള്ളൂ. ഞാനല്ല, എൻ്റെ പെങ്ങളെ വീട്ടിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഒരു സംഭവം കൂട്ടത്തിൽ പറയട്ടോ. ഇതെന്താന്ന് പലരും കമൻറ്റ് വരും. ഇത് പിന്നെ ഈ സൺസൈഡിൽ നിന്ന് വെള്ളം പിന്നെ ചുമരിലെടുത്ത് പിന്നെ എന്താ പറയുക ചെറിയൊരു നനവ് വരുന്നത്. അപ്പോൾ 2 ദിവസം മുമ്പ് ഒരു മഴ പെയ്തിരുന്നു. അതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ആ പെയിൻ്റ് ആണെങ്കിൽ പോയിട്ടുള്ളത്. അത് പോട്ടെ. പിന്നെ മെയിനായിട്ട് വിഷയം ഈ 1 സംഭവങ്ങൾ ഇത് എപ്പോഴും പിന്നെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. ACയുടെ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ എയർ ഹോളിൻ്റെ എയർ ടൈറ്റ് ആയിരിക്കണം. നമ്മുടെ റൂം എപ്പോഴും എയർ ടൈറ്റ് ആയിരിക്കണം. അത് വളരെ മസ്റ്റാണ്. കാരണം ചെറിയൊരു ഹോള് പോലും നമ്മൾ ACയുടെ ആ ഒരു എയർ ഉണ്ടല്ലോ ഒരു തരത്തിലും പുറത്തേക്ക് ലീക്ക് ആവാൻ പാടില്ല. അത് മസ്റ്റാണ്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ നമ്മൾ ഈ ഡോറിൻ്റെ അടിയിലുണ്ടല്ലോ, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നോക്കിയേ, ഇതിപ്പോൾ ഈ ഒരു ഡോറിൻ്റെ ഇവിടെ ഗ്യാപ്പ് നോക്കിയേ, ഏകദേശം ഒരു 1 ഇഞ്ചിൻ്റെ അധികം ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഞാനെന്തായാലും പിന്നെ ഇത് നമുക്ക് നമ്മുടെ നാട്ടിലെ ഷോപ്പിലൊന്നും കിട്ടാനില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ തുന്നിയെടുക്കണം. അതേപോലെ തന്നെ തുണിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഡോർ ബോട്ടം എന്ന് പറയുന്ന സാധനം ആമസോണിലും അതേപോലെ തന്നെ ഫ്ലിപ്പിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മേടിക്കാം. ഇതെന്തായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എല്ലാ വീട്ടിലും AC വെക്കുന്ന എല്ലാ ഡോറിൻ്റെ വീട്ടിലും എന്തായാലും നമ്മൾ ഈ ഒരു എന്താ പറയുക ഫ്ലോറിനോട് ചേർന്ന് തന്നെ മുട്ടി നിൽക്കുന്ന ഡോറുകൾ അപൂർവമായിരിക്കും. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും, എന്തായാലും 2-3 mm ഗ്യാപ്പ് ഉണ്ടാവും. പക്ഷേ ആ ഒരു സംഭവം മതി നമ്മൾ എയർ ലീക്ക് ആവാൻ. ഇപ്പോൾ AC നമ്മൾ ഇട്ടിട്ടുണ്ട്, പുറത്ത് ഇങ്ങനെ കൈ വെച്ച് നോക്കിയാൽ ഡോറിൻ്റെ പുറത്ത് പോയി കൈ വെച്ച് കഴിഞ്ഞാൽ നല്ല എയർ വരും. അപ്പോൾ ഈ ഒരു മൈന്യൂട്ടായിട്ടുള്ള 2-3 സംഭവങ്ങൾ നിങ്ങൾക്ക് കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ല ലെവലിൽ മാറും. കാരണം ഇവിടെ ശരാശരി 500-600 രൂപ റേഞ്ചിൽ കറണ്ട് ബില്ല് വരുന്നതാണ്. പക്ഷേ AC വെച്ചിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് വെറും 1000 രൂപയുള്ളൂ. അപ്പോൾ അത്രയും സംഭവങ്ങൾ. ഇപ്പോൾ ഞാൻ ഈ ഒരു ഗ്യാപ്പ് എങ്ങനെ ഫില്ല് ചെയ്യലെന്ന് വെച്ചാൽ നമ്മൾ ചവിട്ടിയുണ്ടല്ലോ റൂമിലേക്ക് കയറുന്നത്, അത് അതിന് കറക്റ്റ് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ എയർ മെയിനാണ്. അഥവാ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത സംഭവങ്ങളാണ് ഇത്, മൈന്യൂട്ടായിട്ടുള്ള സംഭവങ്ങളാണ്. അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെറിയ സെറ്റപ്പിൽ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. മെയിനായിട്ട് പറയാം, ഇവിടെ ഫാന് സാധ കേട്ടോ, അതുകൊണ്ട് നമ്മൾ ഫാൻ ഇടാറില്ല, AC മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ രാത്രി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു കൂളുള്ള ഏരിയയാണ്, അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പോക്കറ്റ് കാലിയാവാതെ നിങ്ങൾക്ക് AC ഉപയോഗിക്കാം. ഇനി ആർക്കെങ്കിലും കൂടുതൽ സജഷൻ മറ്റുള്ളവർക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൊന്ന് പറയാം കേട്ടോ. നിങ്ങൾക്ക് അതല്ല ഇങ്ങനെ ചെയ്താൽ മതി, എനിക്കറിയാത്ത നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് അറിയാത്ത ചിലപ്പോൾ ഒരുപക്ഷെ പലർക്കും അറിയാമല്ലോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിൽ പിന്നെ പറയുകയും ചെയ്യാം, എങ്ങനെയൊക്കെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത്. അപ്പോൾ പറ്റിയാൽ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ചൂടാണല്ലോ, എല്ലാവരും AC വെക്കുന്ന തരത്തിലാണ്. ഓക്കെ.